എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നോക്കാം. King of Wands, Death card, Sun card, Nine of Swords, King of Swords, Strength card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കിങ് ഓഫ് ഫോൺസ് ആൻഡ് കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ്, പ്രൊമോഷൻ, ശമ്പള വർധന, ഉയർന്ന സ്ഥാനത്തേക്കുള്ള ഉദ്യോഗ കയറ്റമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു മാസത്തിൽ. കരിയറിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയം, പ്രൊഫഷണലി വളരെ നല്ലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ പല കാര്യങ്ങൾക്കും പച്ചക്കൊടി കാണിക്കുന്ന ഒരു സമയം എന്ന് പറയാം. ജോലിയിൽ ഓരോരുത്തരുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ സഫലമാകുന്ന സമയം എന്ന് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ ശമ്പള വർധനവ്, പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ട്രെയിനിങ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ട്രെയിനിങ് എടുക്കുക, കമ്പനി വക അതിൻ്റെ ചിലവുകളൊക്കെ കമ്പനി വഹിച്ചിട്ടുള്ളതോ, എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സോ, എന്തെങ്കിലും കോൺഫറൻസും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്കോ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന അവസ്ഥയോ അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നു. പിന്നെ പല കാര്യങ്ങൾ നിങ്ങൾ മേലധികാരികളിൽ നിന്ന് അധികാരം അല്ലെങ്കിൽ അവരുടെ അനുവാദം നേടിയിട്ട് നടത്തേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നിന്ന് നിങ്ങൾ അനുവാദം കിട്ടാൻ കുറച്ച് പ്രയാസം, കുറച്ച് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം, അത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കുറച്ചധികം നാളായിട്ട് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റ് നയിക്കുന്നതായിട്ട്, പ്രൊജക്റ്റ് മാനേജ് ചെയ്യാനായിട്ട്, നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തികരമായിട്ടുള്ള സന്തോഷം തരുന്ന ഒരു സാഹചര്യമാണ് എന്ന് തന്നെ പറയാവുന്നതാണ് ജോലിയിൽ. അതേപോലെ തന്നെ പലരും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുവരെ അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വേണ്ടത്ര രീതിയിൽ അവരിലേക്ക് എത്തുന്നില്ല, അതായത് ആ ഒരു സ്ഥാനത്തിരിക്കുന്നവരിലേക്ക് എത്താത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങളായിട്ട് ചെയ്യുന്ന നിങ്ങളുടെ കഷ്ടപ്പാടുകളും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വർക്ക്, അങ്ങനെ പല കാര്യങ്ങളും മറ്റുള്ളവർ അറിയുന്നത്, അതായത് ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ അറിയുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് അവർ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം എന്നുള്ള രീതിയിൽ അച്ചീവ്മെൻ്റ് ആണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഡെത്ത് കാർഡ് ആൻഡ് നൈൻ ഓഫ് സോഡ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു ഡെത്ത് ആൻഡ് നൈൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുമ്പോൾ ഒരു വലിയൊരു പര്യവസാനമാണ് നിങ്ങളുടെ ഒരു വലിയ കാര്യം ജീവിതത്തിൽ പര്യവസാനിച്ച് പുതിയൊരു തുടക്കത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു പര്യവസാനം എന്നൊക്കെ പറയുമ്പോൾ പലരെയും സംബന്ധിച്ച് പല രീതിയിൽ അവസാനം അല്ലെങ്കിൽ ഇത് എൻഡിങ് ഫേസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ എൻഡ് ചെയ്യുമ്പോൾ അത്, അല്ലെങ്കിൽ പൊതുവെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല, മനസ്സിന് അത്രയും സന്തോഷം തരുന്നൊരു എൻഡിങ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളൊരു പര്യവസാനമാണ്. അത് പലപ്പോഴും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഒന്ന് അവസാനിച്ച്, നമ്മൾ പറയില്ലേ, ഒന്ന് മറ്റൊന്നിന് വളമാകുന്ന ആ ഒരു സാഹചര്യം ഒന്ന് അവസാനിച്ചാലേ പുതിയ ഒന്നിലേക്ക് നമുക്ക് ചുവട് വയ്ക്കാൻ പറ്റൂ. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒന്നാണ്, നമ്മളൊരു സാഹചര്യത്തിൽ ഒത്തുപോകുമ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണ്, അവൾ വളരെ കംഫർട്ടബിളായി, ഇനി ഇവിടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മാറ്റം എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകാനുള്ള അങ്ങനെയുള്ള ചില ആളുകൾക്ക് ഉൾഭയങ്ങളുണ്ടാവാം. ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇതിന്
എനിക്ക് കഴിവുണ്ടോ എന്നൊക്കെ. അങ്ങനെയുള്ള പല ചിന്തകളും ടെൻഷൻസും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മാറ്റത്തിൻ്റെ സമയമാണ്, ഒരു പര്യവസാനത്തിൻ്റെ സമയമാണ്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും പലതും സംബന്ധിച്ച് മാറ്റത്തിൻ്റെതായിട്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് കയറുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴുള്ള ജോലി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്ന് സെറ്റിലായി വരികയാണ് ഇനി. കാരണം ജോലിയിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാവാം മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും മാറാനുള്ള ഒരു പല കാരണങ്ങൾ, ഒരു പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ഉൾഭയം, ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളായിട്ട് ശ്രമിക്കുന്നില്ലെങ്കിൽ ആ ഒരു സാഹചര്യം, ആ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പര്യവസാനിച്ച് പുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും ഒരു പുനർജന്മം എന്ന് തന്നെ പറയാവുന്ന ഒരു മാസമായിരിക്കും എല്ലാ അർത്ഥത്തിലും. അതായത് ഏപ്രിൽ മാസം വിഷു ഫലമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൽ കൂടുതലായിട്ട് പറയാം. എന്നിരുന്നാലും പൊതുവേ ഒരു വളരെ നല്ലൊരു സമയമാണ് ഈ പുതിയൊരു പുനർജന്മം എന്ന് തന്നെ പറയാവുന്ന സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ സൺ ആൻഡ് കിങ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെ ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്ന ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലിയിൽ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അവരുടെ പ്രഗ്നൻസി കുട്ടി ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആവാം. അങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുട്ടികളുടെ ചോറൂണ് 28 അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ആളുകളിലൊക്കെ ആവാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പോസിറ്റിവിറ്റി, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും ജീവിതത്തിൽ മുന്നേറാനും ഒക്കെ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ ജീവിതത്തിൽ മുന്നേറാനും മറ്റും പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് ചെന്നെത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് അത്രയ്ക്കും അങ്ങോട്ട് മുന്നേറാൻ പറ്റുന്നില്ല പല സാഹചര്യവശാൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം വളരെ നല്ലതാണ്. പുതിയ എന്തെങ്കിലും കോഴ്സിന് ചേരുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കോഴ്സിൽ നിന്നും മാറി, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന സമയമാണ്. ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സിന് സുഖം തരുന്ന, സന്തോഷം തരുന്ന സാഹചര്യമാണ്. സൗഹൃദങ്ങൾ, പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒത്തുചേർന്ന് സംസാരിക്കാനും വിശേഷം പങ്കുവയ്ക്കാനുള്ളൊരു അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഡെത്ത് കാർഡ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാറ്റം, അനിവാര്യമായിട്ടുള്ളൊരു മാറ്റം കാണുന്നു എന്ന് പറഞ്ഞു. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം ഇത് ഇപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നാളത്തേക്ക്, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക്, അങ്ങനത്തെ ഒരു എനർജി അല്ല. ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങളായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് സ്റ്റെപ്പ് എടുക്കുന്നില്ല എങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി ഇടപെട്ട് പല കാര്യങ്ങളും പര്യവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു അവസാനം കണ്ടാൽ മാത്രമാണ് പലപ്പോഴും പല ആളുകളും ഒരു പുതിയ തുടക്കത്തിലേക്ക് വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, പിന്നെ ആ ഒരു പര്യവസാനത്തിന് ശേഷം പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ്, പുതിയൊരു തുടക്കം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ചാലഞ്ചസ് ഒക്കെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോൾ ഇത് നമ്മൾ പൊതുവെ പറയാം തടസ്സം എന്ന് പറയും. ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നതിന് പകരം ചാലഞ്ച്, അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക. നിങ്ങൾ വെല്ലുവിളികൾ അത് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ, കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാനുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്തയായിരിക്കും മൈൻഡിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് സമീപിക്കാം. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് പ്രധാന കാര്യമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പല പ്രവൃത്തികളും മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന തരത്തിലുള്ളൊരു ഒരു സാഹചര്യമായിരിക്കും അത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.